നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഏത് സാഹചര്യമായാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണനവും നിർത്താൻ കോൺഗ്രസുകാർക്ക് ഒരു ഉദ്ദേശവുമില്ല. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെള്ളപൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലും വോട്ട് ബാങ്കിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് എന്നതാണ് എനിക്ക് സംശയം. ഇതിനും മാത്രം കോൺഗ്രസുകാർ എന്തു പുകിലാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. പറയാം. തീവ്രവാദികൾ മതം ചോദിക്കില്ല എന്ന് കർണാടക എക്സൈസ് മന്ത്രി RB തിമപൂർ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഇത് വിവാദമായതുമാണ്. പോട്ടെ, അബദ്ധം പറ്റിയതായി കരുതാം. എന്നാൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് MLA മറ്റൊരു വിവാദ പരാമർശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആക്രമിക്കുന്നതിന് മുമ്പ് തീവ്രവാദികൾക്ക് മതത്തെക്കുറിച്ച് ചോദിക്കാൻ സമയമുണ്ടോ എന്നാണ് മുതിർന്ന കോൺഗ്രസ് MLA വിജയ് വഡേട്ടിവാർ ചോദിക്കുന്നത്. അവിടെ നടന്നത് ഭീകരാക്രമണത്തിന് മറവിലുള്ള ഹിന്ദു കൂട്ടക്കൊലയാണെന്ന് വിശ്വസിക്കാൻ കോൺഗ്രസുകാർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അറിയാമെങ്കിലും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കലിമ ചൊല്ലിയവരെ വിട്ടയച്ചതും ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തി കൊല ചെയ്തതും കോൺഗ്രസുകാർക്ക് പൂഴ്ത്തണം. സ്വന്തം ഭർത്താവിനെയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട നിരപരാധികൾക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ കോൺഗ്രസുകാരെ? നടന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥ. ഒരു നിമിഷം കൊണ്ട് ലോകം മാറി മറിഞ്ഞവർ. കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ഓളമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. ദൃക്സാക്ഷി വിവരണങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു എന്നതാണ് BJPയുടെ ചോദ്യം. കോൺഗ്രസ് മനഃപൂർവ്വം ആക്രമണത്തെ കുറച്ചു കാണുകയും ഇരകളോട് നിസ്സംഗത കാണിക്കുകയും ചെയ്യുന്നതായി BJP ആരോപിച്ചു. അത് ശരിയാണെന്നാണ് എനിക്കും തോന്നിയത്. തീവ്രവാദികൾ ക്രൂരമായി വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ആ വ്യക്തി ഹിന്ദു ആണോ എന്ന് ഉറപ്പ് വരുത്തിയെന്നുള്ള വാർത്തകൾ ആദ്യം മാധ്യമങ്ങളോട് പങ്കുവച്ചത് ദൃക്സാക്ഷിയായ ഒരു കുട്ടിയാണ്. ഇവയെല്ലാം അവഗണിച്ച് കോൺഗ്രസ് തീവ്രവാദികളെ വെള്ള പൂശിക്കൊണ്ടേയിരിക്കുന്നു. എന്തൊരു ദുഷിച്ച മാനസികാവസ്ഥയാണിത്. BJP IT സെൽ മേധാവി അമിത് മാളവിയയുടെ ചോദ്യമാണിത്. ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.